ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ എപ്പിസോഡ് നമ്പർ 7. ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഇന്നലത്തെ ടാസ്കിനിടയ്ക്ക്, അതായത് ആദ്യത്തെ 2 ടീം വന്ന് മത്സരിച്ചതിന് ശേഷമുള്ള ജഡ്ജ്മെന്റിൽ റിയാസിന്റെ ടീമിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കപ്പ് കമഴ്ത്തി വെക്കുക, നിവർത്തി വെക്കുക എന്നുള്ളതായിരുന്നല്ലോ ടാസ്ക്. റിയാസ് ചോദിക്കുന്നു, നിങ്ങൾ തന്നെയാണ് കപ്പ് നിവർത്തി വെക്കാം എന്നുള്ളത് ചൂസ് ചെയ്തത്, അതായത് റിയാസിന്റെ ടീം. ബേസിക് ബ്രെയിൻ നിങ്ങൾക്ക് യൂസ് ചെയ്യായിരുന്നു. കപ്പ് കമഴ്ത്തി വെക്കുമ്പോഴാണ് മോർ സ്റ്റെബിലിറ്റി കിട്ടുന്നത്. പക്ഷെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് താഴത്തേക്ക് വീണു പോവും. അപ്പോൾ അത് പിന്നെ എടുത്ത് വെച്ച് നിങ്ങളുടെ സമയം അനാവശ്യമായിട്ട് പോവും. അപ്പം നിങ്ങൾ മിനിമം ബുദ്ധി ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് റിയാസ് അവിടെ പറയുന്നത്. റിയാസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനിയും 2 ടീമും കൂടെ മത്സരിക്കാനുണ്ട്. അപ്പം ചിലപ്പോൾ ടാസ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അതേ ടാസ്ക് തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് ആ സമയത്ത് റിയാസ് അത് പറഞ്ഞത് വളരെ അൺഫെയർ ആയിട്ട് തോന്നി. കാരണം ബാക്കിയുള്ള 2 ടീമും മത്സരിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവര് ടീമായിട്ടാണല്ലോ മത്സരിക്കുന്നത്. ആ 2 ടീമിലും ആരാണ് ഈ ഒരു ബുദ്ധി ഉപയോഗിക്കുക എന്നുള്ളത് ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ മിസ്സായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ 2 ടീമും മത്സരിക്കാൻ വന്നപ്പോൾ ഈ കമഴ്ത്തി വെക്കുക എന്നുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് 2 പേരും ഫൈറ്റ് ചെയ്തത്. അവസാനം എന്ത് ചെയ്തു? ടോസ് ഇട്ടതിന് ശേഷം കമഴ്ത്തി വെക്കാൻ ഭാഗ്യം കൊണ്ട് കമഴ്ത്തി വെക്കാം എന്നുള്ളൊരു ഓപ്ഷൻ അഖിലിന്റെ ടീമിന് കിട്ടുന്നു. അവർ ജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ റിയാസ് പറഞ്ഞത് അത് ശരിയായില്ല എന്നെനിക്ക് തോന്നി. പിന്നീട് അൺഫെയർ ആയിട്ട് തോന്നിയ കാര്യം, ഈ അവസാനത്തെ 2 ടീം, റെനീഷിന്റെയും അഖിലിന്റെയും ടീം കളിക്കാനായിട്ട് വന്ന സമയത്ത് റെനീഷിന്റെ ടീമിലുണ്ടായിരുന്ന അഭിറാം അവസാന ബസർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം എൽദോന്റെ കമിഴ്ത്തി വെച്ചിരിക്കുന്ന കപ്പൊക്കെ തട്ടിത്തെറിപ്പിച്ചിടുകയും സ്വാഭാവികമായിട്ടും ന്യായമായിട്ടും ബസർ അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അഭിറാം അങ്ങനെ ഒരു ആക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൽദോന്റെ അടുത്ത് ആ കമിഴ്ത്തി വെച്ച് തട്ടിത്തെറിപ്പിച്ചിരുന്ന കപ്പൊക്കെ കമഴ്ത്തി തന്നെ വെക്കാൻ പറയുകയും അങ്ങനെ ആ കപ്പുകളും കൂടി കൗണ്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അഖിലിന്റെ ടീം അവിടെ വിജയിക്കുന്നത്. അങ്ങനെ ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഔട്ട് ഹൗസിലേക്കും ഇൻഫിനിറ്റി പെനന്റ് ഒക്കെ കൊടുക്കുന്ന ആ ഒരു സെക്ഷൻ വന്നപ്പോൾ നയനേനെ ഔട്ട് ഹൗസിലേക്ക് വിടാനായിട്ട് പറഞ്ഞ റീസൺ, നയനയും ഇതേപോലെ തന്നെ ഒരു മേജർ റൂൾ ബ്രേക്കിംഗ് നടത്തിയിരുന്നു എന്നാണ്. പക്ഷെ അത് ജഡ്ജസിന്റെ ആ ഒരു പൊസിഷനിലിരുന്ന് അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. ബാക്കിൽ ക്രൂ മെമ്പേഴ്സ് അത് ചെക്ക് ചെയ്ത സമയത്താണ് അങ്ങനെ ഒരു കാര്യം കണ്ടത് എന്നുള്ളതാണ്. അഭിറാം അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തപ്പോൾ എൽദോയ്ക്ക് അവിടെ ഒരു ആനുകൂല്യം ലഭിച്ചു. എന്നാൽ അതിനു മുന്നേ അഖിലിന്റെ അതേ ടീമിലുണ്ടായിരുന്ന നയന അതേ റൂൾ ബ്രേക്ക് ചെയ്തപ്പോൾ റെനീഷന്റെ ടീമിന് ആ ഒരു ആനുകൂല്യം ലഭിച്ചില്ല. ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് ഈ ക്രൂ മെമ്പേഴ്സ്, അതായത് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ 3 ജഡ്ജസ് മാത്രമല്ലല്ലോ, ഇത്രയും ക്യാമറകളുണ്ട്, അത്രത്തോളം ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ നിരീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ ഈ ഷോ മുന്നോട്ട് പോകുന്നത്. അപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമയം തന്നെ അതിനെ അഡ്രസ്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ക്രൂ മെമ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് കാരണം ഏതെങ്കിലും ഒരു ടീമിന് ന്യായമായിട്ടും കിട്ടേണ്ട ഒരു അവകാശം അവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ മത്സരിക്കുന്നത് ടീമായിട്ടാണ്. ഓക്കെ, ഇവരെ ജഡ്ജ് ചെയ്യുന്നത് ഇൻഡിവിജ്വലി ആണ്. ഇവർ പെർഫോം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുന്നതും അതുപോലെ തന്നെ ഔട്ട് ഹൗസിലേക്ക് പോകുന്നതും ഒക്കെ ഉള്ളത്. പക്ഷേ ഈ വിജയിച്ച ടീം, ഞാൻ നിൽക്കുന്ന ടീമാണ് വിജയിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിനൊരു വാല്യൂ ഉണ്ടല്ലോ. ആ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്രൂ മെമ്പേഴ്സും കൂടെ നല്ല രീതിയിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണം. മാത്രമല്ല, ഇതുപോലൊരു ഷോ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ഷോയിനോടുള്ളൊരു വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നുള്ളതാണ്. കാരണം അവിടെ അവർ ഫേവർ ചെയ്തതുപോലെ തോന്നാം. അങ്ങനെ ഒരുപാട് കാരണം വരെ ഈ ഷോയിൻ്റെ അടുത്തുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടും എന്നുള്ളതാണ്. മാത്രമല്ല, ഇത്രയും ഈ വരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ഒരുപാട് പ്രതീക്ഷയോടെ വരുന്നതല്ലേ. അവരുടെ ഭാഗത്തു നിന്ന് തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉടനടി ചൂണ്ടിക്കാണിച്ച് അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത് അടുത്തൊരു കണ്ടസ്റ്റൻസിന്റെ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമായിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ചെയ്തിട്ടുള്ള ന്യായമായ കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിജയിച്ച ടീമിൽ നിന്നും ഔട്ട് ഹൗസിലേക്ക് തിരഞ്ഞെടുത്ത ആൾക്കാരെ സേവ് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ എന്തായാലും അത് കണ്ടില്ല. മോശമായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരെ ഇൻഡിവിജ്വൽ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്തതും അതുപോലെ തന്നെ ഔട്ട് ഹൗസിലേക്ക് പറഞ്ഞു വിട്ടതും. പക്ഷേ ക്രൂ മെമ്പേഴ്സ് ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ ആ കൃത്യം സമയത്ത് തന്നെ അത് അഡ്രസ്സ് ചെയ്ത് ആ സമയത്ത് തന്നെ അത് തിരുത്തി മുന്നോട്ട് പോകണം
എന്നുള്ളതാണ്. ഇനി ഇന്നലത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇൻഫിനിറ്റി പെൻഡന്റ് ഉണ്ടായിരുന്ന 4 പേർക്ക് ഷിജിൻ, വിശാഖ്, അഫ്നിയാസ് അതുപോലെ തന്നെ ഷിബിന, ഇവർ 4 പേർക്കും ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നു. അവർ ഇന്നലത്തെ എലിമിനേഷനിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ ടീമായിട്ട് തിരിക്കുകയാണ് 24 പേരെയും. കുറച്ച് ഇമോജീസ് വെച്ചിട്ടുണ്ടാവും. അതിൽ സെയിം ഇമോജീസ് കിട്ടുന്ന ആൾക്കാർ ഒരു ടീമിൽ. അഖിലിന്റെ ടീം ഏഞ്ചൽ, രഞ്ജിനിന്റെ ടീം ആംഗ്രി, റിയാസിന്റെ ടീം കിസി, അതുപോലെ തന്നെ റെനീഷന്റെ ടീം വിങ്കി. ആദ്യം കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഈ മാസ്ക് ഓഫ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. അതിൽ ആദ്യം സംസാരിക്കാൻ വരുന്നത് അഭിറാമാണ്. അഭിറാമിന് കിട്ടുന്ന ടോപ്പിക്ക് ഇച്ഛാശക്തി എന്നുള്ളതാണ്, വിൽ പവർ. അഭിറാം സ്വന്തം എക്സ്പീരിയൻസിലൂടെയാണ് ഈ ഇച്ഛാശക്തിയെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അഭിറാം പറയുന്നത്, എല്ലാ അമ്മമാർക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണ്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ശിക്ഷിക്കപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരു അമ്മയായിരുന്നു. 19ാമത്തെ വയസ്സിൽ അഭിറാമിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന ആള് അമ്മേനെ വിളിച്ചിട്ട് നിങ്ങളുടെ മകൻ എന്നെ യൂസ് ആൻഡ് ത്രോ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അഭിറാമിനെ വീട്ടിൽ നിന്ന് അമ്മ ഇറക്കി വിടുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ജോലി, പഠനം അവിടെ വെച്ച് അവസാനിക്കുന്നു. ജോലി എന്തെങ്കിലും നേടണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഇതിനിടയ്ക്ക് ഡിസ്ക് ഇഞ്ചുറി സംഭവിക്കുന്നു. തിരിച്ചു വീട്ടിലേക്ക് വരേണ്ടി വരുന്നു. പക്ഷെ അമ്മ പറയുന്നു അഭിറാമിന്റെ ചെലവുകൾ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന്. സെൽഫ് റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് അഭിറാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ഇനി എന്തെങ്കിലും ആയി തീർന്നിട്ടേ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് 3 ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഫിറ്റ്നസ് ഫീൽഡിൽ നിന്നും സ്വന്തമാക്കുന്നു. അതിനുശേഷം അഖിൽ സംസാരിക്കുന്നത് അഭിറാം നന്നായി സംസാരിച്ചു, കൃത്യമായി കൺവിൻസ് ചെയ്തു എന്നുള്ളതാണ്. അടുത്തത് ഷിജിൻ വന്നിട്ട് സംസാരിക്കുന്നു. ഷിജിന്റെ ടോപ്പിക്ക് അമ്മ എന്നുള്ളതാണ്. ഷിജിൻ മനസ്സിൽ തട്ടുന്ന രീതിയിൽ തന്നെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കുഞ്ഞുനാളിൽ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, മരണം തിരഞ്ഞെടുത്ത അമ്മയെ തിരുത്തി വീണ്ടും ജീവിതത്തിലേക്ക് നയിച്ചത്, അതിനുശേഷം സഹിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നിലവിൽ ഷിജിൻ തുടങ്ങിയിട്ടുള്ള ഡാൻസ് അക്കാഡമി, ലൈഫിൽ അമ്മ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നൊക്കെ ഷിജിൻ സംസാരിച്ചു. അതിനിടയ്ക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടെ ആയിട്ട് ഷിജിൻ കരയിച്ചു എന്ന് പറയാം. അതിനുശേഷം റിയാസ് സംസാരിക്കുന്നത് എല്ലാ മാതാപിതാക്കളെയും നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ചിലര് അവരവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കും, ചിലര് മക്കളെയും കൂടെ നോക്കി ജീവിക്കും, ഷിജിന്റെ അമ്മയെ പോലെ എന്ന് റിയാസ് പറയുന്നുണ്ട്. അതിനുശേഷം അഫിനിയാസ് ആണ് വരുന്നത്. അഫിനിയാസിന് കിട്ടിയിട്ടുള്ള വിഷയം ആത്മവിശ്വാസം എന്നുള്ളതാണ്. അഫിനിയാസ് അത് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു, വിത്ത് ഹ്യൂമർ. അഫ്നിയാസ് പറയുന്നത് ചെറുപ്പത്തിൽ ടീച്ചേഴ്സിൽ നിന്ന് നേരിടേണ്ടി വന്ന ബോഡി ഷേമിങ്, അതിനുശേഷം ഫാമിലി അഫ്നിയാസിനെ ചേർത്ത് പിടിച്ചത്, തളർന്നു പോകാതെ ആത്മവിശ്വാസം നൽകി മുന്നോട്ട് നടത്തിയത്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് അഫ്നിയാസ് അവിടെ പറയുന്നത്. നല്ല രീതിയിൽ തമാശ കലർത്തി തന്നെ ഈ വിഷയം അവതരിപ്പിച്ചു എന്നുള്ളത് അഫ്നിയാസ് എത്രത്തോളം കോൺഫിഡന്റ് ആണ് എന്നുള്ളത് തെളിയിക്കുന്നു. ശരിക്കും ഈ റാഷ പാലത്തിങ്കൽ എവിക്റ്റ് ആയ സമയത്ത് അഫ്നിയാസ് സേവ് ആയി. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു അഫ്നിയാസിനെക്കാട്ടിലും ബെറ്റർ റാഷ പാലത്തിങ്കലായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്ന എപ്പിസോഡുകളിലൊക്കെ അഫ്നിയാസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ശേഷം രഞ്ജിനി പറയുന്നു, ഈ കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കിനും അഫ്നിയാസ് ശരിക്കും ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസിനെ കാണിച്ച് തന്നെയാണ് പെർഫോം ചെയ്തത്. മാത്രമല്ല അഫ്നിയാസിനെ നന്നായിട്ട് മനസ്സിലാക്കി അഫ്നാസിന്റെ കൂടെ നിന്ന ഫാമിലിയെയും രഞ്ജിനി അഭിനന്ദിക്കുന്നുണ്ട്. അടുത്തതായിട്ട് വിശാഖാണ് സംസാരിക്കുന്നത്. വിശാഖിന് കിട്ടിയിട്ടുള്ള വിഷയം കുട്ടിക്കാലം എന്നുള്ളതാണ്. വിശാഖം കരയിപ്പിച്ചു എന്ന് പറയാം. കാരണം ചെറിയ പ്രായത്തിലെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി. അമ്മയ്ക്ക് സ്വന്തമായിട്ട് വളർത്താൻ പറ്റാത്തത് കൊണ്ട് ഓർഫനേജിലാക്കുന്നു. അവിടെ നിന്ന് നേരിട്ടിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും അതിനെയൊക്കെ തരണം ചെയ്ത് ഇന്ന് ഈ ലെവലിൽ എത്തിയതും ചേട്ടന്റെ മരണവും എല്ലാം നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ തന്നെ വിശാഖ് അവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം രഞ്ജിനി പറയുന്നുണ്ട്, ഈ കുട്ടിക്കാലം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ നമ്മളാക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്നതൊക്കെ, നമുക്ക് സംഭവിക്കുന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിയും. അപ്പൊ വിശാഖ് സംസാരിക്കുമ്പോൾ വിശാഖിന്റെ ഉള്ളിലുള്ള ഒരു പെയിൻ കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എന്ന് രഞ്ജിനി പറയുന്നു. അപ്പൊ ഈ വിശാഖ് സംസാരിച്ചതിന്റെ അവസാനം പറയുന്നത്, അച്ഛൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ വരണം എന്നുള്ളതാണ്. അഖില് പറയുന്നു, ഇത്ര അനുഭവങ്ങളുടെ തിരിച്ചുളകളിൽ നിന്നും കുതിച്ചുയർന്നു വന്ന ഈ മകനെ കാണാനായിട്ട് അച്ഛൻ വരുന്ന ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് അതിൽ തോന്നിയൊരു വിഷയം എന്താണെന്ന് വെച്ചാലേ, വിശാഖ് പറഞ്ഞത് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനെ അവസാനമായിട്ട് കണ്ടൊരു ഓർമ്മയുള്ളതെന്നാണ്. അപ്പൊ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോ മക്കളെ ഉപേക്ഷിച്ച് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ
ആം, സ്വന്തം കാര്യം നോക്കി പോയൊരാള്. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്ത് കാരണം കൊണ്ടായാലും ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അതിന്റെ പേരില് ആ കുട്ടികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ട്രോമകള്, കടന്നു വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങള്. അപ്പൊ അത്രയും മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് ഈ ഒരു ലെവലിൽ വന്ന് നിൽക്കുന്ന മകന്റെ മുമ്പില് എങ്ങനെയായിരിക്കും അല്ലേ ആ ഒരു അച്ഛൻ വന്ന് നിൽക്കുക? അതാണ് നേരത്തെ റിയാസ് പറഞ്ഞതുപോലെ എല്ലാ മാതാപിതാക്കളെയും നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ കഴിയില്ല. ചിലര് മക്കൾക്കും കൂടി വേണ്ടി ജീവിക്കും. ചിലര് ഇതുപോലെ ഉത്തരവാദിത്വമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നതിന് ശേഷവും വിശാഖിന് ഇപ്പോഴും വിശാഖിന്റെ അച്ഛനെ കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് വിശാഖിന്റെ ആ ഒരു മനസ്സിന്റെ വലിപ്പവും അതുപോലെ തന്നെ ക്ഷമിക്കാനുള്ള കഴിവിനെയാണ്. അടുത്തത് വരുന്നത് ഷിൻജിത്താണ്. ഷിൻജിത്തിന് കൊടുത്തിട്ടുള്ള ടോപ്പിക്ക് സുഹൃത്ത് എന്നുള്ളതാണ്. ഷിഹാബ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കുറിച്ചാണ് ഷിൻജിത്ത് സംസാരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഷിൻജിത്തിനെ സഹായിച്ച, സിനിമ എന്ന ഷിൻജിത്തിന്റെ സ്വപ്നത്തിലേക്ക് നടന്നു കയറാൻ പ്രചോദനം നൽകിയ, ഇപ്പൊ ഈ അഗ്നിപരീക്ഷയിൽ പോലും സെലക്ഷൻ കിട്ടിയ സമയത്ത് തനിക്കുള്ള ഡ്രസ്സ് സഹിതം വാങ്ങിത്തന്ന ഷിഹാബ് എന്ന സുഹൃത്തിനെ കുറിച്ചാണ് ഷിൻജിത്ത് സംസാരിക്കുന്നത്. നെക്സ്റ്റ് അളകനന്ദ വരുന്നു. അളകനന്ദയ്ക്കും കിട്ടിയ ടോപ്പിക്ക് അമ്മ എന്നുള്ളതാണ്. അച്ഛന്റെയും അമ്മേന്റെയും വിവാഹം, അച്ഛന്റെ വീട്ടുകാരുടെ എതിർപ്പ്. അളകനന്ദനെ പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് അച്ഛന്റെ വീട്ടുകാർ അമ്മേനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അച്ഛന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് വിവേചനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് അളകനന്ദ പറയുന്നു. പൂജാമുറിയിൽ കയറാൻ പോലും അനുവാദം ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ രഞ്ജിനി ചോദിക്കുന്നുണ്ട് എന്താ അതിന് കാരണം എന്ന്. അളകനന്ദ പറയുന്നത് ജാതി വേറെ ആയതുകൊണ്ടാണെന്ന്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ രഞ്ജിനി ഞെട്ടുന്നുണ്ട് കേട്ടോ. രഞ്ജിനി ഞെട്ടുന്നത് കാണുമ്പോൾ എനിക്കും ഒരു അതിശയം തോന്നുന്നു. കാരണം ഈ ഒരു കാലഘട്ടത്തിലൊന്നും ഇങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് രഞ്ജിനി വളരെ നിഷ്കളങ്കമായിട്ട് ചിന്തിച്ചോന്ന് ഞാനപ്പം വിചാരിച്ചു പോയി. ഏതായാലും അളകനന്ദ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം രഞ്ജിനി പറയാണ്, കാലഘട്ടം മാറുകയാണ്, നിങ്ങളെ പോലുള്ള യങ്സ്റ്റേഴ്സ് ഇതിനെതിരെ പോരാടുക. ബിഗ് ബോസ് എന്ന് പറയുന്നത് 100 ദിവസം മാത്രമാണ്. പക്ഷേ ഇത്തരം സാഹചര്യത്തിലൂടെ ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കേണ്ട മനുഷ്യരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നിങ്ങളെ പോലുള്ളവർ പോരാടി വിജയം കൈവരിക്കുക എന്ന് രഞ്ജിനി പറയുന്നു. അങ്ങനെ അതോടുകൂടി ഇന്നലത്തെ മാസ്ക് ഓഫ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ അവിടെ കഴിയാണ്. പിന്നീട് ടാസ്കിലേക്ക് കടക്കുകയാണ്. 50 പിങ്ക് കപ്പ് ഉണ്ടാവും, 50 നീല കപ്പും ഉണ്ടാവും. അതിൽ ചിലത് നിവർത്തി വെച്ചിട്ടുണ്ടാവും, ചിലത് കമിഴ്ത്തി വെച്ചിട്ടുണ്ടാവും. ആദ്യത്തെ റൗണ്ടിൽ 2 ടീം ആണ് ആദ്യം മത്സരിക്കേണ്ടത്. അതിൽ ആദ്യത്തെ റൗണ്ടിൽ 3 പേര് വീതം വരിക. അവരുടെ സമയം കഴിയുമ്പോഴത്തേക്കിനും അവരെ സ്വിച്ചർ എന്ന് പറയുന്ന സമയത്ത് അടുത്ത 3 പേര് വന്നിട്ട് കപ്പ് നിവർത്തി വെക്കാൻ പറഞ്ഞവർ നിവർത്തി വെക്കുക, കമിഴ്ത്തി വെക്കാൻ പറഞ്ഞവർ കമിഴ്ത്തി വെക്കുക എന്നുള്ളതാണ് ടാസ്ക്. അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ ആദ്യത്തെ 2 ടീം മത്സരിക്കാൻ വരുന്നത് രഞ്ജിനിന്റെ ടീമും റിയാസിന്റെ ടീമുമാണ്. അതിൽ രഞ്ജിനിന്റെ ടീമാണ് വിജയിച്ചിട്ടുള്ളത്. 47 കപ്സ് അവർക്ക് കമിഴ്ത്തി തന്നെ വെക്കാൻ പറ്റി. റിയാസിന്റെ ടീം കിസി 43 കപ്പ് നിവർത്തി വെക്കാനും പറ്റി എന്നുള്ളതാണ്. അടുത്ത 2 ടീം അഖിലിന്റെയും റെനീഷന്റെയും ടീമാണ്. റെനീഷന്റെ ടീമിന് 8 കപ്പ് മാത്രമാണ് നിവർത്തി വെക്കാൻ പറ്റിയിട്ടുള്ളത്. അഖിലിന്റെ ടീം 30 കപ്പ് കമഴ്ത്തി വെച്ചു. അങ്ങനെ അഖിലിന്റെ ടീമാണ് അതിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കുന്ന ഒരു സെക്ഷനാണ്. അതിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചിട്ടുള്ളത് രാകേഷാണ്. രാകേഷ് ശരിക്കും കയ്യും കാലൊക്കെ വിരിച്ച് ശരീരമൊക്കെ വിരിച്ച് വെച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഷാമോൻ ആ കപ്പൊക്കെ കമിഴ്ത്തി കളയാനും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഓവർ അഗ്രഷനിലേക്ക് പോകാതെ അവർ നല്ല രീതിയിൽ തന്നെ ആ ടാസ്ക് ഫിനിഷ് ചെയ്തു. അങ്ങനെ ഷാമോനും രാകേഷിനും ഇൻഫിനിറ്റി പെനന്റ് കിട്ടുന്നുണ്ട്. രണ്ടാമത് വന്നിട്ടുള്ള റെനീഷന്റെയും അഖിലിന്റെയും ടീം വന്നപ്പോൾ പൊരിഞ്ഞടിയായിരുന്നു. കാരണം അതിൽ പ്രണവാണ് കുറച്ചധികം അഗ്രസീവായിട്ട് പെരുമാറിയത് എന്നുള്ളതാണ്. വിശാഖ് ഗ്ലാസ് ഒക്കെ ഒരു വിധത്തിൽ നിവർത്തി വെക്കും. പ്രണവ് വിശാഖിന്റെ മുകളിൽ കൂടെ വന്നിട്ട് ആ കപ്പൊക്കെ തട്ടിമറിച്ച് കളയും. അപ്പൊ ആദ്യമൊക്കെ ഈ ജഡ്ജസ് എന്ത് ചെയ്തു, ഇവരുടെ ഈ ഒരു കയ്യാങ്കളിയൊക്കെ അങ്ങ് അനുവദിച്ച് പ്രോത്സാഹിപ്പിച്ച് അങ്ങ് കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ കയ്യാങ്കളി കൈവിട്ടു പോയി, കൂട്ടത്തല്ലായി എന്നുള്ളതാണ്. ആ റൗണ്ടിലാണ് അഭിറാം അവസാനം ബസർ അടിച്ചതിന് ശേഷം വന്നിട്ട് ഈ എൽദോന്റെ കമിഴ്ത്തി വെച്ചിരുന്ന കപ്സ് ഒക്കെ തട്ടിക്കളയുന്നത്. അവസാനം കളിക്കാൻ വന്നിട്ടുള്ള 2 ടീമിൽ നിന്നും എൽദോയ്ക്ക് മാത്രമാണ് ഇൻഫിനിറ്റി പെനന്റ് കിട്ടുന്നത്. അപ്പൊ രഞ്ജിനി പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം റൂള് ബ്രേക്ക് ചെയ്തതിന്റെ പേരിൽ എൽദോനെ ഔട്ട് ഹൗസിലേക്ക് അയച്ചിരുന്നു. എൽദോ അത് ഓർത്ത് വെച്ച് ഇത്തവണ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് പറയുന്നു. അടുത്തത് ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് ആദ്യത്തെ ആള് റൈബിൻ നല്ല രീതിയിൽ ഇന്ന് പെർഫോം ചെയ്തില്ല എന്നുള്ളതിന്റെ പേരിലാണ്. അടുത്തത് അഭിറാം റൂള് ബ്രേക്ക് ചെയ്തതിന്റെ പേരിൽ. പിന്നീട് നയന
നയനയും ആ റൂൾ ബ്രേക്കിന്റെ പേരിൽ അളകനന്ദയും ഈ ഫസ്റ്റ് റൗണ്ടിൽ സ്വിച്ച് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അത് കേൾക്കാതെ പിന്നെയും ഇരുന്ന് കപ്പുകൾ ഇങ്ങനെ നിവർത്തി വെക്കുന്നുണ്ടായിരുന്നു. പ്രണവ് ഓവർ അഗ്രഷൻ കാണിച്ചതിന്റെ പേരിൽ. നെക്സ്റ്റ് അപർണ ഇന്നത്തെ ടാസ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്തതിന്റെ പേരിൽ. അങ്ങനെ 6 പേരാണ് ഔട്ട് ഹൗസിലുള്ളത്. ഇന്നലെ എവിക്ഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇവർക്ക് കഴിഞ്ഞ ദിവസത്തെ പോലെ ജഡ്ജസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് കൊടുത്തിരുന്നു. 6 പേരാണ് 2 ടീമായിട്ട് തിരിയുക. 3 പേരടങ്ങുന്ന 2 ടീമായിട്ട് തിരിഞ്ഞതിന് ശേഷം ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തർ വരുന്നു. മറ്റേയാളേക്കാൾ താൻ എന്തുകൊണ്ട് ഇവിടെ തുടരാൻ യോഗ്യനാണ് എന്നുള്ളത് സംസാരിച്ച് ജഡ്ജസിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ എവിക്റ്റ് ആവുന്ന ആള് ആദ്യം തന്നെ അപർണയാണ്. അപ്പൊ റിയാസ് പറയുന്നത് അപർണ ഇപ്പൊ ഇവിടെ ആ സമയത്ത് അവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണ് അപർണ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഇത് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അപർണേനെ എവിക്റ്റ് ചെയ്യുന്നു. പ്രണവിന്റെ കാര്യം സംസാരിക്കുന്നു. ഇപ്പൊ രഞ്ജിനി പ്രണവിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. പ്രണവ് 2ാമത്തെ തവണയാണ് വരുന്നത്. ആദ്യത്തെ തവണ ഇതേപോലെ വന്നു നിന്നപ്പോൾ പ്രണവിനോട് ചോദിക്കുന്നതിനൊക്കെ എന്തൊക്കെയൊക്കെ ഉത്തരം പറയുമായിരുന്നു. പ്രണവിനെ തന്നെ നോമിനേറ്റ് ചെയ്യുന്നൊരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രണവ് പറയുന്നത് അപ്പോൾ പാനിക്കായി പോയിട്ടാണ് എന്നാണ്. അപ്പോൾ രഞ്ജിനി പ്രണവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പാനിക്കാവുന്ന ആളിനെ എങ്ങനെയാണ് ഹൗസിന്റെ ഉള്ളിലേക്ക് വിടുക എന്നുള്ളത്. പ്രണവ് പറയുന്നു ഇപ്പോൾ സംസാരിച്ച് ശീലമായി, അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന്. ഏതായാലും പ്രണവിൽ എന്തോ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രഞ്ജിനി പ്രണവിനെ സേവ് ചെയ്യുന്നു. അങ്ങനെ നയനേനെ എവിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അഖിൽ പറയുന്ന റീസൺ, അഖിൽ ആരുടെയും പേര് ചോദിച്ചിട്ടില്ല. പേര് തനിയെ നമുക്ക് ഇങ്ങനെ ഓർമ്മയിൽ വരേണ്ടതാണ്. അങ്ങനെ വരാതിരുന്ന ഒരാളായിരുന്നു അപർണ. അതേപോലെ തന്നെയാണ് നയനയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നയനേന്റെയും പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന് പറയുന്നു. ഇനി ബാക്കി 3 പേരാണ് റൈബിൻ, അഭിറാം, അളകനന്ദ. അതിൽ റിയാസ് പറയുന്നു റൈബിനിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ അതിനനുസരിച്ച് പെർഫോം ചെയ്യാനായിട്ട് റൈബിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് റൈബിനെയും എവിക്റ്റ് ചെയ്തു. അഭിറാമിന് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഹൗസിനകത്ത് പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം ഡേഞ്ചർ ആകും എന്ന് രഞ്ജിനി ചോദിക്കുന്നു. അതുകൊണ്ട് അഭിറാമിനെയും എവിക്റ്റ് ചെയ്യുന്നു. അളകനന്ദേനെ സേവ് ചെയ്യുന്നു. ബാക്കി 20 പേരാണ് ഇന്നലെ ഉണ്ടായിരുന്നത്.